ഓട്ടോ ചിഹ്നം അത് പാർട്ടി ചിഹ്നമായി മാറ്റാനുള്ള ശ്രമത്തിലാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്. പാർട്ടി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്ന് ഫ്രാൻസിസ് ജോർജ് MP ന്യൂസ് 18നോട് പറഞ്ഞു. 17-ാം തീയതി ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനും സാധ്യതയുണ്ട്. ചിഹ്നം കഴിഞ്ഞ കുറെ കാലമായി ജോസഫ് വിഭാഗത്തെ അലട്ടിയിരുന്ന ഒരു പ്രശ്നമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ട്രാക്ടർ ചിഹ്നത്തിൽ മത്സരിച്ചു. അത് അവർ ആവശ്യപ്പെട്ട പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചു. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഏറെ വൈകിയാണ് അവർക്ക് ഓട്ടോ ചിഹ്നം അവർ അപേക്ഷിക്കുകയും അത് അനുവദിക്കുകയും ചെയ്തത്. സംസ്ഥാന പാർട്ടി പദവി ലഭിച്ചതോടെയാണ് ഇനി സ്ഥിരമായ ഒരു ചിഹ്നം ലഭിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും കോട്ടയത്ത് വിവിധയിടങ്ങളിൽ സ്വീകരണങ്ങൾ, അതായത് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള യാത്രകൾ ഫ്രാൻസിസ് ജോർജ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം ഈ ഓട്ടോ ഒരു ഭാഗ്യചിഹ്നമാണ് എന്ന് വിശേഷിപ്പിച്ചത്. എന്തായാലും ഓട്ടോ തന്നെ സ്വന്തം ചിഹ്നമായി തെരഞ്ഞെടുക്കാനുള്ള നീക്കത്തിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്തിമമായ തീരുമാനം വന്നിട്ടില്ല. ഈ മാസം 17-ന് അവരുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. അതിൽ ഇത്തരം ആലോചനകൾ നടക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇത് അംഗീകരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അന്തിമമായി ഓട്ടോ തന്നെ കേരള കോൺഗ്രസിന് കിട്ടുമോ എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. പക്ഷേ ഓട്ടോ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ 7 നിയമസഭാ മണ്ഡലത്തിലും ഫലത്തിൽ പ്രചരിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പിറവത്ത് അനൂപ് ജേക്കബിന്റെ ചിഹ്നവും ഓട്ടോ ആയിരുന്നു. അങ്ങനെ ഓട്ടോ തന്നെ തെരഞ്ഞെടുക്കുക എന്നുള്ള നിലയിലേക്ക് ജോസഫ് ഗ്രൂപ്പ് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം നീക്കങ്ങളാണ് ജോസഫ് ഗ്രൂപ്പിൽ നടന്നു വരുന്നത്. എന്തായാലും 17-ന് നേരുന്ന യോഗത്തിൽ ഒരു പക്ഷേ ഇത് സംബന്ധിച്ച് തുടർ നടപടികൾ എടുക്കാൻ ഒരു അന്തിമമായ തീരുമാനം കൈക്കൊണ്ടേക്കും. G. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. അപ്പോൾ മോർണിംഗ് വൈബ്സ് ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്.